സ്വാഗതം 20 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ മത്സര ചിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2019 ഇടതുമുന്നണി കേരളത്തിൽ ജയിച്ച ഏക സീറ്റ്, അതും 10,474 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ. ഇക്കുറി ആ സീറ്റ് കൂടി പിടിച്ചെടുക്കുക എന്നതാണ് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യം. അവർ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നു. സിറ്റിംഗ് MP AM ആരിഫ് തന്നെയാണ് ഇടതുമുന്നണിയിൽ CPIMൻ്റെ സ്ഥാനാർത്ഥി. NDAയിൽ BJP ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നു. പുറമേക്ക് ത്രികോണ മത്സരം എന്ന പ്രചാരണം ശക്തമാണെങ്കിലും ഇടതുമുന്നണിയും ഐക്യമുന്നണിയും തമ്മിൽ തന്നെയാണ് മുഖ്യ മത്സരം. അതിൽ തന്നെ പ്രധാനം KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനമാണ് അവരുടെ നേതൃനിരയിൽ ഏറ്റവും പ്രധാന പദവി വഹിക്കുന്ന നേതാവിനെ വിജയിപ്പിക്കുക എന്നത്. പക്ഷേ നിലവിൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമായ KC ആലപ്പുഴയിൽ ജയിച്ചാൽ രാജ്യസഭയിൽ BJPക്ക് ഒരു സീറ്റ് കൂടുമെന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. നിലവിലുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊരു പ്രധാന പ്രശ്നവുമാണ്. ഈ പ്രശ്നം നമ്മൾ KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം പരിശോധിക്കുമ്പോൾ ഈ പ്രശ്നം വോട്ടർമാരുടെ മുന്നിൽ ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആലപ്പുഴയിലെ മത്സര ചിത്രം പരിശോധിക്കാം. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ MG രാധാകൃഷ്ണനാണ്. സ്വാഗതം സാർ. നമ്മൾ KCയുടെ സ്ഥാനാർത്ഥിത്വം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മുമ്പിൽ വരുന്നത് ഇതാണ്. അദ്ദേഹം രാജ്യസഭാംഗമാണ്. അദ്ദേഹം ആലപ്പുഴയിൽ വിജയിച്ചാൽ രാജസ്ഥാനിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് BJP ആണ്. ഇതൊരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുമുന്നണി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു വോട്ടർമാരുടെ മുമ്പിലൊരു പ്രശ്നമായിട്ടുണ്ടാവുമോ? വാസ്തവത്തിൽ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കോൺഗ്രസിനെതിരെ ഉന്നയിക്കപ്പെടുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു കാര്യവുമാണ്. കാരണം BJPക്ക് ഇത് സഹായകമാകും എന്നുള്ളത്. പക്ഷേ അത് കേരളത്തിലോ അല്ലെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിലോ ആ ഒരു വാദത്തിന് വേണ്ടത്ര ഒരു അംഗീകാരമോ സമ്മതിയോ ഒരു പ്രചാരമോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇതൊരു സ്വല്പം സാങ്കേതികമായി അല്പം കുഴഞ്ഞ ഒരു വിഷയമാണ്. അതുകൊണ്ട് അതൊരു സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രശ്നം വേണുഗോപാലിന്റെ സാധ്യതകളെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിലാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ അത് ജനസാമാന്യത്തിനിടയിൽ അതിനെ ഫലപ്രദമായി അത് എത്തിക്കുന്നതിലും പറ്റും എനിക്ക് തോന്നുന്നില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് അത്ര എളുപ്പമല്ല. KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് 2009 ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുത്ത് പോകുന്നത്. അന്ന് ഇടതുമുന്നണിയിൽ നിന്ന് അദ്ദേഹം സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. 2014 അദ്ദേഹം വീണ്ടും മത്സരിച്ചു. 19,407 വോട്ടിന് അവിടെ നിന്ന് വീണ്ടും വിജയിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് KC വേണുഗോപാലിൻ്റെ പ്രവർത്തന മണ്ഡലം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അധികം വൈകാതെ അദ്ദേഹം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള സംഘടനാ സംവിധാനത്തിലേക്ക് മാറി. കേരളത്തിൽ അത്രത്തോളം സജീവമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ പറയേണ്ടി വരും. ഒരു ടേം ഒഴിവായി നിന്നതിന് ശേഷമാണ് അദ്ദേഹം ആലപ്പുഴയിലേക്ക് തിരിച്ചു വരുന്നത്, അതും മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി. KCക്ക് പഴയൊരു കരുത്ത് ആലപ്പുഴയിലുണ്ടോ? വാസ്തവത്തിൽ അതൊരു തരം വിരോധാഭാസമാണെന്നൊരു ഒറ്റ നോട്ടത്തിൽ കാണാം. പക്ഷേ KC വേണുഗോപാൽ കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് വളരെ പല മടങ്ങ് വേണുഗോപാലിന്റെ ഇമേജും വേണുഗോപാലിന്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്ലൗട്ടും സംഘടനയ്ക്കുള്ളിലും പുറത്തും ഒക്കെ അവിശ്വസനീയമായ രീതിയിൽ വളർന്ന ഒരു കാലമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ. അതുകൊണ്ട് വേണുഗോപാൽ ഇല്ലാത്തത് കൊണ്ട് നഷ്ടമല്ല. വേണുഗോപാൽ ഇവിടുന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ അതിനുള്ള അദ്ദേഹത്തിന്റെ വലിപ്പം രാഷ്ട്രീയത്തിലായാലും സംഘടനയ്ക്കുള്ളിലായാലും ഒക്കെ പല മടങ്ങ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് വേണുവിന്റെ അനുകൂലമായ ഘടകമാണെന്നാണ്. 2019 ഇടതുമുന്നണി ആ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രമേ എത്തുള്ളൂ, അത് ആലപ്പുഴയിലായിരുന്നു. പക്ഷെ അന്ന് മത്സരിച്ചത് കോൺഗ്രസിൽ നിന്ന് മത്സരിപ്പിച്ചത് ഷാനിമോൾ ഉസ്മാനെയായിരുന്നു. മുസ്ലിം വനിതാ പ്രാതിനിധ്യം ഒരുമിച്ചുറപ്പാക്കാൻ കോൺഗ്രസ് അവസാനം എത്തിച്ചേർന്ന പേരായിരുന്നു ഷാനിമോൾ. ഈ ഷാനിമോൾ സ്ഥാനാർത്ഥിയായത് കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ഈ സീറ്റിൽ വിജയിക്കാൻ ഒരു സഹായക ഘടകമായിട്ടുണ്ടോ? അത് KC വരുമ്പോൾ പരിഹരിക്കപ്പെടുമോ? തീർച്ചയായിട്ടും ഷാനിമോൾ ഉസ്മാൻ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും എല്ലാ അർത്ഥത്തിലും
ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം ഒരു സ്ത്രീയാണ്, വനിതയാണ്. വനിതകൾക്ക് പൊതുവെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്നെ അവരെ വേണ്ടത്ര പരിഗണന നൽകാത്തതാണ്, കോൺഗ്രസിൽ പ്രത്യേകിച്ചും. അതിനൊപ്പം അവരൊരു മുസ്ലിം ആണ്, വനിതയാണ്. വളരെ വളരെ എന്താ പറയുക, ഒരു മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു പ്രതീകമാണ് ഷാനിമോൾ ഉസ്മാൻ. വളരെ കഠിനാധ്വാനിയാണ്. അങ്ങനെ പല തലത്തിലും ഷാനിമോൾ ഉസ്മാൻ വാസ്തവത്തിൽ ഒന്നാന്തരം സ്ഥാനാർത്ഥിയാണ് ഇൻ പേപ്പർ. പക്ഷേ സംഭവിച്ചത് നമുക്കറിയാവുന്ന പോലെ ആ ഒരേ ഒരു മണ്ഡലം കോൺഗ്രസിൽ നഷ്ടപ്പെട്ടത് വാസ്തവത്തിൽ കോൺഗ്രസ് ഒരു എന്താ പറയുക പാർട്ടിയുടെ മാത്രമല്ല, കേരളത്തിന്റെ ആ അർത്ഥത്തിൽ നോക്കുമ്പോഴേക്കും പല തലത്തിലും അതൊരു നിർഭാഗ്യകരമായ സംഭവമാണ്. സംശയമൊന്നുമില്ല. അത് ആരിഫ് ജയിച്ചതിന്റെ മോശമാണെന്ന് ഞാൻ പറയുന്നത്. ഈ ഒരു രീതിയിൽ കാണുമ്പോൾ അതൊരു നിർഭാഗ്യകരമായ സംഭവമാണ് പല രീതിയിൽ. അപ്പോൾ അത് പറഞ്ഞ പോലെ അതൊരു പ്രധാനപ്പെട്ട ഘടകവുമാണ്. പൊതുവേ മലയാളി മനസ്സ് അല്ലെങ്കിൽ മലയാളി ഭൂരിപക്ഷത്തെ എണ്ണത്തിനും കൂടുതൽ സ്ത്രീകളാണെങ്കിലും മലയാളിയുടെ എല്ലാ പുരോഗമന സ്വഭാവത്തിൻ്റെയും പുരോഗമന പ്രതിച്ഛായത്തിൻ്റെയും ഉള്ളിൽ ഒരു വലിയ ആണധികാരത്തിന്റെ ശക്തമായി ഉണ്ട് എന്നുള്ളതിനെ പറ്റി സംശയമില്ല. സ്ത്രീകളെ മുൻപോട്ട് കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ മുമ്പോട്ട് അവർക്ക് അർഹിക്കുന്ന സ്ഥാനം നൽകുന്നതിലൊക്കെ നാം പൊതുവെ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതൊരു പുരോഗമന പ്രസ്ഥാനങ്ങളിലായാലും കാണാം, അത് മറ്റു പ്രസ്ഥാനങ്ങളിലും വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇതിൽ ഈ മുസ്ലിം സമുദായത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ ശക്തമായ സ്ത്രീവിരുദ്ധ സ്വഭാവങ്ങളുള്ള ഒരു സമുദായമാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് അടുക്കളയ്ക്കപ്പുറത്ത് പോകാൻ പാടില്ല എന്ന ഒരു വലിയ തീവ്രവാദ വിഭാഗം എല്ലാവരുമാണ് തന്നെ പറയുന്നത്. വളരെ ശക്തമായ ഒരു മടിയില്ലാതെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നാടാണ്, ഒരു സമുദായമാണ്. അപ്പോൾ ആ സമുദായത്തിൽ തന്നെ ഒരു വിഭാഗം ഷാനിമോളിനെതിരായിട്ട്, അതായത് സ്ത്രീ സ്ഥാനാർത്ഥിയാവേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഈ ഘടകങ്ങളെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊക്കെ പുറമെ ആരിഫിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാവുന്നത് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം വളരെ ജനകീയനായാണ്. പിന്നെ ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിലും തെരഞ്ഞെടുപ്പ് വിജയ തന്ത്രങ്ങളിലും ഒക്കെ വിശാരദനായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഘടകങ്ങളും ഈ ഷാനിമോൾ ഉസ്മാനെതിരായി ഉണ്ടായിട്ടുള്ള പല എന്താ പറയുക സാമൂഹ്യമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള പല ഘടകങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ലിംഗപരമായ നമ്മുടെ മലയാളിയിൽ മേധാവിത്വം വഹിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ, ഇതെല്ലാം കൂടെ പ്രവർത്തിച്ചിട്ടാണ് ആലപ്പുഴയിൽ ആ ഒരു അസാധാരണമായ തെരഞ്ഞെടുപ്പ് അത് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു എന്താ പറയുക, അതിന്റെ വളരെ ആഴത്തിൽ ആലപ്പുഴയിലെ വോട്ടിംഗ് ബിഹേവിയർ പഠിച്ചിട്ടല്ല, പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. ഇപ്പോൾ നേരത്തെ എം ആരിഫിൻ്റെ കാര്യം പറഞ്ഞു. ആരിഫ് അരൂരിൽ നിന്ന് പല കുറി നിയമസഭയിലെത്തി. ആദ്യം അരൂർ തോൽപ്പിക്കുന്നത് കേരള രാഷ്ട്രീയം ഏത് തലത്തിൽ പരിശോധിച്ചാലും അതിൻ്റെ അത്യുന്നതങ്ങളിൽ വിഹരിച്ചിരുന്ന KR ഗൗരിയമ്മയായിരുന്നു ആരിഫ് ആദ്യം തോൽപ്പിക്കുന്നത്. ലോക്സഭാംഗം എന്ന നിലയിൽ ഈ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള പ്രവർത്തന പരിചയം, നേരത്തെ സൂചിപ്പിച്ച ജനകീയമായ ഇടപാടുകൾ, ജനകീയ പ്രതിച്ഛായ, ലോക്സഭാംഗം എന്നുള്ള നിലയ്ക്കും ഇതേ ജനകീയ ഇടപെടലുകൾ തുടരാൻ ആരിഫ് ശ്രമിച്ചിരുന്നു. എല്ലാവരോടും അടുത്തിടപെടുന്ന വ്യക്തിയാണ്. ആ നിലയ്ക്ക് ആരിഫിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടോ? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഘടകങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സഭയിലെ പെർഫോമൻസും മറ്റും അത്ര വളരെ കാര്യമായി പരിഗണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ജനങ്ങൾക്കുണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. മാത്രമല്ല, പെർഫോമൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മോശമായിരുന്നില്ല, പക്ഷെ അങ്ങനെ വലിയ ഒരു എന്താ പറയുക ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആയിട്ടൊന്നും അദ്ദേഹം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിർഭാഗ്യവശാൽ ആരിഫിന്റെ വ്യക്തിപരമായ കാരണം എന്തെങ്കിലും നേരത്തെ രാജീവ് ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് പറയുകയാണ്. കാരണം കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട മുന്നോട്ട് പോക്കിനെയും തടസ്സപ്പെടുത്താൻ നിയുക്തനാവേണ്ടി വന്നു. യാദർശികമായിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ഗൗരിയമ്മയുടെ കാര്യത്തിൽ തീർച്ചയായും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു മറ്റൊരു രീതിയിൽ നോക്കുമ്പോഴേക്കും ഗൗരിയമ്മയെ തോൽപ്പിക്കുക ആലപ്പുഴയിൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അങ്ങനെ ഒരു വിധി വൈപരീത്യം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗത്തിന്റെ സ്ത്രീകളുടെ ഒരു മുന്നോട്ട് പോക്കിനെ
യാദൃച്ഛികമായിട്ടാണെങ്കിലും തടസ്സമാകേണ്ടി വന്ന വിധിയാണ് ആരിഫിനുണ്ടായത്. പക്ഷെ ആരിഫിന്റെ വ്യക്തിപരമായ ഘടകങ്ങൾ, പിന്നെ വ്യക്തിബന്ധങ്ങളുണ്ട്, പിന്നെ ഈ മുസ്ലിം എന്നുള്ള സാമുദായിക ഘടകവും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് സംശയമില്ല. അദ്ദേഹം വളരെ ഒരു കഠിനാധ്വാനിയാണ്, വളരെ ആക്റ്റീവാണ്, വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. ഇതെല്ലാം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള സംശയമില്ല. അപ്പൊ ഇതെല്ലാം നമ്മളൊരു അല്പം ഒരു എന്താ പറയുക, ബ്ലാക്കും വൈറ്റും അല്ലാതെ കാണേണ്ട ഒരു നിരീക്ഷണം എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ആരിഫിന് ആലപ്പുഴയിൽ ഒരു പക്ഷേ CPM-ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ ഇന്നത്തവണത്തെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, KC വേണുഗോപാലിന്റെ ആവിർഭാവവും മറ്റും അദ്ദേഹത്തെ എങ്ങനെയാണ് അദ്ദേഹത്തിന് എത്ര സഹായകമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുസ്ലിം സമുദായത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, മണിക്കൂറുകൾക്കുള്ളിൽ 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ജില്ല, കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു അത്. അതിൽ ആദ്യം നടക്കുന്ന SDPI നേതാവ് ഷാനിൻ്റെ കൊലപാതകമാണ്. ആ കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. അതിന് പ്രതികാരമായി നടന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൻ്റെ വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഈ 2 ഫാക്ടേഴ്സ് വലിയ തോതിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. അതിനുശേഷം നടന്ന, മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ പോലും അതിനുശേഷം നടന്ന കേസിൽ വിചാരണ പൂർത്തിയായി പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. ഇത് കേരള പോലീസിലും കേരളത്തിൻ്റെ പ്രോസിക്യൂഷൻ വിഭാഗത്തിലും ഒക്കെയുള്ള BJP അനുകൂല നിലപാടുകളുടെ ഭാഗമായിട്ടാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. ആലപ്പുഴയിൽ ഈ സംഗതി ഏതെങ്കിലും വിധത്തിൽ ആരിഫിന് പ്രതികൂലമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്? ഒരു പരിധിവരെ ഉണ്ടാവാം തോന്നുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കേസിന്റെ ഒരു സവിശേഷത കാരണം അത് ആരിഫ് അതിൽ ഉത്തരവാദി അല്ലെങ്കിലും ആരിഫിന് അതിന് ഒരു ചെറിയ വിലയെങ്കിലും ചെറിയ വിലയെങ്കിലും കൊടുക്കേണ്ടി വരും. പക്ഷെ വാസ്തവത്തിൽ ഈ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഒക്കെ തീർത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം, ഒരു മനോഭാവം പല തലത്തിലും പല രംഗത്തും പല തവണയും അത് പ്രകടമായിട്ടുള്ളതാണ്. പല ഇടതുപക്ഷത്തു നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പോലീസിന്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ കേരള സമൂഹത്തിന്റെ തന്നെ ഒരു കൂടുതൽ വളർന്നു വരുന്ന ഒരു സ്വഭാവ സവിശേഷതയും കൂടെയാണ്. നമ്മൾ RSSനെ കാണുന്ന പോലെ അല്ലല്ലോ SDPI കാണുന്നത്. SDPI ഒരു ഭീകര രാഷ്ട്രീയ സംഘടനയാകുമ്പോൾ RSSന് നമ്മൾ ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ശത്രുതാ സ്വഭാവത്തോടെ തന്നെ ഭൂരിപക്ഷം പേരും കാണുന്നത്. അത് ഈ പറഞ്ഞ പോലെ ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു ഇസ്ലാമോഫോബിയ എന്ന് ഞാൻ വലിയ ശക്തമായ വാക്കുകൾ പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതിന്റെ വളരെ കൃത്യമായ സൂചനകൾ നമ്മുടെ ഈ ഇവിടുത്തെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനസാമാന്യത്തിലും പ്രകടമാണ്. അത് ഇന്ത്യയിൽ പല സ്ഥലത്തും വളരെ ശക്തമായി വരികയാണെങ്കിൽ ഒരുപക്ഷെ പല ഘടകങ്ങൾ കൊണ്ട് അതില്ലെങ്കിലും അതുകൊണ്ട് SDPI കുറ്റവാളികളല്ലെന്നോ SDPI പിന്നെ വിമർശിക്കേണ്ടതില്ലെന്നൊന്നോ അല്ല പറയുന്നത്. പക്ഷെ ഇത് ഉള്ളിൽ ഒരു അന്തർധാര പോലെ ഈ ഒരു സ്വഭാവ സവിശേഷതകൾക്ക് കേരളത്തിലും ഇടമുണ്ട്. അത് ബ്യൂറോക്രസിയിലായാലും പോലീസിലായാലും മറ്റ് പല രംഗത്തും വളരെ പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സംശയമൊന്നുമില്ല. അതൊക്കെ പല സ്ഥലത്തും അതിനൊരു ചെറിയ ഒരു എന്താ പറയുക, അതിനൊരു പിഴ മൂളേണ്ടി വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ആരിഫിന്റെ തലയിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കാരണം അല്ലെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ അതും കൂടെ ഉണ്ടാവാം. ഇതിനൊപ്പം നമ്മൾ നോക്കേണ്ടത് CPM എന്ന സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളാണ്. ആലപ്പുഴയിലും കായംകുളത്തും വിഭാഗീയ പ്രശ്നങ്ങൾ ശക്തമായിട്ടുണ്ട്. നടപടി, തരംതാഴ്ത്തലിന് ശേഷമുള്ള തിരിച്ചടക്കൽ, ഇതൊക്കെ പതിവായിരിക്കുന്നു ആലപ്പുഴയിലും കായംകുളത്തും ഒക്കെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും വിഭാഗീയത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന കാഴ്ച കണ്ടു. ഇത് ഇടതുമുന്നണിയെ ശരിക്കും ബാധിക്കാനിടയുള്ളൊരു ഘടകമല്ലേ? തീർച്ചയായിട്ടും ആലപ്പുഴയിൽ എല്ലാ കാലത്തും കുറെ അധികം വർഷങ്ങളായിട്ട് അതിന്റെ പലതരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളും രൂക്ഷമായ ഒരു ജില്ലയാണ്. അതറിയാമല്ലോ. അതിന് ജില്ലാ കമ്മിറ്റി മുഴുവൻ പിരിച്ചുവിടുകയും MAVV സ്ഥാനം വഹിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് സമീപ ഭൂതകാലത്താണ്. അതെല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് കായംകുളത്തും മറ്റും നടന്നിരിക്കുന്ന ഈ അടുത്ത കാലത്തുള്ള പ്രശ്നങ്ങളും അതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും അത് വലിയ ഒരു ഇഷ്യൂ ആവാറുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രാദേശിക തലത്തിലെങ്കിലും അതുണ്ടാവും. അതിൽ ആരിഫ് ഏത് പക്ഷത്താണ് നിന്നത് എന്ന് എനിക്കറിയില്ല. ആ വിഭാഗീയ സമവാക്യങ്ങളുടെ ഏത് രീതിയിലാണ് ഇമ്പാക്ട് ചെയ്തത് തീർച്ചയായിട്ടും ആരോഗ്യകരമല്ല ഇടതുപക്ഷത്തിന്. അല്ലെങ്കിൽ തന്നെ ആലപ്പുഴ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ എപ്പോഴും പലപ്പോഴും പ്രതിരോധത്തിലാവുന്ന ഒരവസ്ഥയാണ്. കൂടുതലും അവിടെ പറഞ്ഞ പോലെ ആലപ്പുഴ പുനപ്രവലാറിന്റെ മണ്ണം
വിപ്ലവത്തിന്റെ മണ്ഡലമൊക്കെ ആണെങ്കിലും ആലപ്പുഴ ഏറെക്കാലമായിട്ട്, പുതിയതൊന്നും അല്ല, ഏറെക്കാലമായി ഇടതുപക്ഷത്താണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ പക്ഷത്താണ്. അപ്പോൾ ഈ ഒരു പ്രതികൂല ഘടകങ്ങളുടെ ഒക്കെ മേലെ ഇതും കൂടെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനെ നഷ്ടമുണ്ടാക്കാനേ ഉള്ളൂ. ഒരു അംശം പോലും അതൊരു അനുകൂല ഘടകമാവില്ല എന്നുള്ളതിനെ പറ്റി ആർക്ക് സംശയം. ഇവിടെ ബി ജെ പിയുടെ സാന്നിധ്യത്തെക്കുറിച്ചുകൂടെ നമ്മൾ സംസാരിക്കാം. ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതിന് ശേഷം, അതായത് ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാവുകയും അവർ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തതിന് ശേഷം എ ക്ലാസ് പട്ടികയിലേക്ക് മാറ്റിയ ഒരു മണ്ഡലമായിട്ടാണ് ആലപ്പുഴ പൊതുവെ അറിയപ്പെടുന്നത്. അവരങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല, പക്ഷേ മാധ്യമ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹം ഇക്കുറി എറണാകുളത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മത്സരിച്ചപ്പോൾ 1,87,729 വോട്ട് നേടാൻ സാധിച്ചിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു കുതിപ്പായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഈ വോട്ട്. അത് ബി ജെ പിക്ക് അത്ഭുതമുണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇടത് ഐക്യമുന്നണികളെ അത് ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. ഇക്കുറി ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നിടത്തൊക്കെ വോട്ട് വർദ്ധിപ്പിച്ച ചരിത്രമാണ് അവരുടേത്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ആറ്റിങ്ങലാണ് മത്സരിച്ചത്. ആറ്റിങ്ങലിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു. ഈ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് കൂടാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മുന്നണികളുടെ ഭാഗത്തു നിന്നും വോട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അത് കൂടുതൽ ബാധിക്കുക യു ഡി എഫിനെ ആയിരിക്കുമോ? ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇടതുപക്ഷത്തൊന്നും വോട്ട് ചോർച്ച ഉണ്ടാവാനിടയുണ്ട്. ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളും, പൊതുവെ ബി ജെ പിയുടെ സാന്നിധ്യം ഈ ഇടതുപക്ഷത്തും കോൺഗ്രസിന്റെ ഒക്കെ ഒരു ഭാഗങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പലതവണ ചർച്ച ചെയ്ത ഒരു ഘടകമുണ്ട്. അത് പുറമെ ഇപ്പോൾ രാജീവ് പറഞ്ഞ പോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ ഊർജ്ജസ്വലയായ നേതാവാണ്. ബി ജെ പിക്ക് പ്രത്യേകിച്ച് അവരെവിടെ പോയാലും വലിയ പോരാട്ടങ്ങൾക്ക് ശക്തിയുള്ള വ്യക്തിപ്പൊരിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആലപ്പുഴയിൽ നേരത്തെ പറഞ്ഞ പോലെ കെ എസ് രാധാകൃഷ്ണൻ ലഭിച്ച വോട്ട് തന്നെ അവിശ്വസനീയമായ വലുതായിരുന്നു. അതിനും അപ്പുറത്ത് കടന്നു പോകുമോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ തീവ്രസഭ ഒരു പിന്തുണ വാസ്തവത്തിൽ രാധാകൃഷ്ണനെ കിട്ടിയ പോലെ കിട്ടില്ലായിരിക്കാം വ്യക്തിപരമായി. പക്ഷെ എന്നാലും അവിടെയൊക്കെ കാണുന്ന ഒരു RSS അനുഭാവം വളരെ പ്രകടമാണ്. ഇപ്പോൾ ദിനകരനും പറ്റും എങ്ങനെയൊക്കെ രാഷ്ട്രീയം മാറിയെന്ന് നമുക്കറിയാം രാധാകൃഷ്ണനില്ലെങ്കിൽ. പിന്നെ ഈ ശോഭ സുരേന്ദ്രൻ കൊണ്ടുവരുന്ന ഒരു ഈഴവ വിഭാഗത്തിലുണ്ടാകുന്ന ഒരു വലിയ വിഭാഗത്തിനെ ചിലപ്പോൾ ആകർഷിച്ചു കൂടായികയില്ല. SNDP ഒരു വലിയ വിഭാഗം ഒരു വളരെ പ്രോ ഹിന്ദുത്വ ലൈനിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ അതിന്റെ എലീറ്റ് ആയിട്ടുള്ള, അതിന്റെ ഏറ്റവും ക്രീമി ലെയർ ആയിട്ട് അതിന്റെ ഏറ്റവും സമ്പന്നമായിട്ട് വിഭാഗങ്ങൾ വളരെ പ്രകടമാണിത്. ആലപ്പുഴയിൽ അറിയാം, നമുക്ക് ശബരിമല സമരത്തിൽ പറ്റും വെള്ളാപ്പള്ളി നടേശൻ ഈ സെക്യുലർ ഫ്രണ്ടിന്റെ ഭാഗമായപ്പോൾ തന്നെ പ്രീതി നടേശൻ മറുപക്ഷത്ത് പോയതും ശബരിമലയുടെ സ്ത്രീകളെ കയറ്റാൻ പാടില്ല എന്ന പ്രഖ്യാപന നിലപാട് സ്വീകരിച്ചതൊക്കെ ആലപ്പുഴക്കാരിയായ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഭാഗമായിട്ടുള്ള ഈ ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ആകർഷിക്കാൻ തീർച്ചയായിട്ടും കഴിഞ്ഞവണ രാധാകൃഷ്ണന് കഴിഞ്ഞെങ്കിൽ ശോഭാ സുരേന്ദ്രന് കഴിയും. ശോഭാ സുരേന്ദ്രന് ഒരുപടി വോട്ട് കൂടി പോയാൽ പൊതുപ്പെടാനില്ല. നേരത്തെ പറഞ്ഞ പോലെ 5 ഗ്രേഡിന് പുറമെ ഒരെണ്ണം കൂടെ വർദ്ധിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മത്സരത്തിൽ ധീവര സമുദായത്തിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് കൂടുതൽ ലഭിച്ചിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് അവരുടെ പ്രതിനിധി എന്നൊരു തോന്നൽ ആ സമുദായത്തിനുള്ളിൽ ഉണ്ടായതുകൊണ്ടായിരിക്കണം ആ പിന്തുണ ലഭിച്ചിരിക്കുന്നത്. അവർ ഒരു RSS BJP നിലപാടിലേക്ക് പൂർണ്ണമായും മാറിയതുകൊണ്ടാവണമെന്നില്ല. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആ പിന്തുണ പൂർണ്ണമായിട്ടുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അതുപോലെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ 7 വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രന് സാധിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിനല്ലേ കൂടുതൽ ദോഷമായി ബാധിക്കുക? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുപോലെയാണ് അത്. പിന്നെ ഇടതുപക്ഷത്തിന് ഈ വിഭാഗത്തിനുള്ള ഒരു കുറച്ചുകൂടെ വലിയ പിന്തുണ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അതിന്റെ നഷ്ടം കൂടുതൽ അനുഭവിക്കേണ്ടിയവര് ഇടതുപക്ഷത്തിനാവാം. പിന്നെ തീവ്രസഭയിൽ പറഞ്ഞ പോലെ കെ എസ് രാധാകൃഷ്ണൻ കിട്ടുന്ന വ്യക്തിപരമായ വോട്ടിനപ്പുറത്ത് ഈ ഹിന്ദു വിഭാഗങ്ങളിലൊക്കെയുള്ള ഹിന്ദു എന്താ പറയുക ഈ സബാൾട്ടേൺ ഹിന്ദു എന്ന് വിളിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഈ ഹിന്ദുത്വ ശക്തികള് ഈ പിന്നോക്ക വിഭാഗങ്ങളിലുള്ളിൽ സജീവമായി പ്രവർത്തിക്കുന്നത് നമുക്ക് ദേശീയ തലത്തിൽ കാണാം.
കേരളത്തിലും 2013 മുതൽ അതിനുവേണ്ടി ശ്രമം നടത്തിയിരുന്നു. അപ്രധാനമായി മഠത്തിലെ പ്രധാനപ്പെട്ട ആ മഠം ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇപ്പൊ നമുക്കറിയാം എന്താണ് രാഷ്ട്രീയം എന്നുള്ളത്. SNDP ആദ്യമായി 2013 14 മറ്റാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്, പ്രധാനമന്ത്രി പോലും ആയിട്ടില്ല, മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിനെ ക്ഷണിച്ചു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് KPMSന്റെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അവിടെ പിന്നെ നരേന്ദ്രമോദി വീണ്ടും വന്നത് മാത്രമല്ല, അപ്പൊ തന്നെ ഒരു പിന്നോക്ക വിഭാഗക്കാരുടെ ഒരു സംഘടന, ഒരു ഹിന്ദുത്വ അതിന്റെ പരിവാരത്തിന്റെ ഭാഗമായി തന്നെ രൂപപ്പെട്ടിരുന്നു. ഇതൊക്കെ അവന് നരേന്ദ്രമോദിയുടെ ഒരു ഒബീസി ആണെന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ ഭാഗമായ ശേഷം 2010 മുതൽ നമ്മൾ ദേശീയ തലത്തിൽ കാണുന്ന ഈ ദേശീയ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ ഈ സബാൾട്ടൺ ഹിന്ദുത്വ എന്ന് വിളിക്കുന്ന ഈ ഒരു രീതി വടക്കേ ഇന്ത്യയിലും മറ്റും കാണാൻ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളെ, അതായത് സമാജ്വാദിയും മറ്റും റെപ്രസെന്റ് ചെയ്തിരുന്ന മധ്യവർഗ അല്ലെങ്കിൽ ഇന്റർമീഡിയറി കാസ്റ്റ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിന്റെ അപ്പുറത്ത് പോയ എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ് EBC എന്ന് വിളിക്കുന്ന വിഭാഗങ്ങളെ അവർ ആകർഷിക്കുന്നത് നമ്മൾ വടക്കേ ഇന്ത്യയിൽ കാണുന്നത്. അപ്പൊ ഈ കേരളത്തിൽ വാസ്തവത്തിൽ ഇതിന്റെ ആദ്യത്തെ പരീക്ഷണശാലയായിരുന്നു. അങ്ങനെ നോക്കും 2013 14 ഒക്കെയാണ് ഇതിന്റെ നേരത്തെ കുറച്ച് സമ്മേളനം നടത്തുന്നത്. അതിനുശേഷം പക്ഷേ സംഘപരിവാറിനോ BJP നേതൃത്വത്തിനോ ആ ഒരു ശ്രമം, ഇവിടുത്തെ ഒരു സാഫ്രൺ ഒരു സബോൾട്ടൺ ഹിന്ദുത്വയ്ക്ക് വേണ്ടി ശ്രമം അവർ മുന്നോട്ട് കൊണ്ടുപോയില്ല. അതിന് പകരം ഒരു ക്രിസ്തീയ വിഭാഗങ്ങളെ ആകർഷിക്കാൻ ആണ് പോയതെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടായിരിക്കും ഫലപ്രദം ആവാതിരുന്നത്. പക്ഷേ ഈ വിഭാഗങ്ങൾക്കിടയിലൊക്കെ ഇപ്പൊ നമുക്ക് കാണാം, ഈ ഇടവ സമുദായത്തിലും SNDPയിലും അല്ല അതിന് കീഴേ ആയിരുന്നു എന്ന് ഒരിക്കൽ കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളുടെയൊക്കെ സാമുദായിക സംഘടനയിൽ ഏറ്റവും സജീവമായി ഇപ്പൊ ആദിവാസി സംഘടനകളിൽ BJP പ്രവർത്തിക്കാൻ നമുക്കറിയാം. അപ്പൊ അത് വളരെ ആക്റ്റീവാണ്. KS രാധാകൃഷ്ണൻ ഉണ്ടെങ്കിലും ഹിന്ദു ഇപ്പൊ അറിയാമല്ലോ, മാറാട് നടന്ന പോകുന്നത് അവിടത്തേക്ക് അരയ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുവൈസേഷൻ ഉണ്ടായത്, ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ സ്വാധീനമാണ്. അതുകൊണ്ട് KS രാധാകൃഷ്ണൻ ഇല്ലെങ്കിലും ആ വിഭാഗങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ഹിന്ദുത്വ പക്ഷപാതം വളരെ പ്രകടമാണ്. അത് കേരളത്തിലെ ഇപ്പൊ രാധാകൃഷ്ണൻ ഉണ്ടെങ്കിലും അത് ഹിന്ദു വോട്ടിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ BJP നേതൃത്വത്തിന്റെ കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഭാഗ്യം കൊണ്ടും ഇതൊന്നും അത്രയധികം വളർന്നിട്ടില്ലാതെ വന്നു. റൈറ്റ്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികൾ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ആലപ്പുഴയിൽ. ഏതാണ്ട് 20% വരും. അതിൽ തന്നെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിനാണ് മുൻതൂക്കമുള്ളത്. സഭയ്ക്ക് കോൺഗ്രസിനോട് മുമ്പേ തന്നെ ആഭിമുഖ്യമുണ്ട്. ഇപ്പോഴാകട്ടെ ഇടത് സർക്കാരിനോട് വിമുഖത കൂടുതലുമാണ്. ഇതും KC വേണുഗോപാലിനൊരു അനുകൂല ഘടകമാവില്ലേ? തീർച്ചയായിട്ടും. ലത്തീൻ കത്തോലിക്ക വോട്ട് എല്ലാ കാലത്തും കോൺഗ്രസിന് അനുകൂലമാണ്. ഇപ്പൊ പ്രത്യേകിച്ചും BJP കോൺഗ്രസിന്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തോട് വളർച്ച, ഇതിനൊക്കെ പുറമേ ഒരു അഭിപ്രായ വ്യത്യാസം എതിർപ്പുണ്ട്. KC വേണുഗോപാൽ ദേശീയ തലത്തിൽ BJPയെ എതിർക്കുന്ന കോൺഗ്രസിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ കത്തോലിക്കർ എന്തായാലും BJP ഭാഗത്തേക്ക് താരതമ്യേന ഏറ്റവും കുറച്ച് മാത്രം ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. മറ്റേ റോമൻ കത്തോലിക്കരെ പോലെയോ ഓർത്തഡോക്സ് വിഭാഗക്കാരെ പോലെയോ ഒന്നും അത്രയും ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ വോട്ടുകളൊക്കെ വീണ്ടും BJPക്ക് അല്ലെ കോൺഗ്രസിന് വേണുഗോപാൽ തന്നെയാണ് കിട്ടാൻ സാധ്യത. ഇതിനൊക്കെ ഇതൊരു ബദൽ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതികൂല ഘടകങ്ങൾക്കൊക്കെ ഉള്ള ഒരു ബദലായിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത് അതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടിരിക്കുന്ന സംശയമില്ല. ഇപ്പൊ ആലപ്പുഴയിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് പറയാൻ പറ്റുന്ന ഘടകങ്ങൾ? ഇതെല്ലാം പ്രതികൂല ഘടകങ്ങൾ. ഈ പ്രതികൂല ഘടകങ്ങളെ നേരിടുന്നതിനോ അതിനെ മറികടക്കുന്നതിനോ ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കുന്നതിനോ ഒന്നും മെനക്കെട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ഇടതുപക്ഷത്തിനാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും നിയമസഭയിൽ ജയിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത, കഴിഞ്ഞ തവണ ജയിച്ചു എന്നുള്ള വസ്തുതയാണ്. പക്ഷെ അതൊരു താൽക്കാലിക പ്രതിഭാസമാവാനാണ് സാധ്യത. ഇപ്പോൾ ഈ ലത്തീൻ കത്തോലിക്ക സഭയും അതിലെ സമുദായാംഗങ്ങളും പൊതുവിൽ BJP ബന്ധത്തിൽ പിന്നാക്കം നിൽക്കുന്നവരാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ അവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ ആലപ്പുഴയിലും ഉണ്ടാകാം. ഇത് ഏതെങ്കിലും ചെറിയ തരത്തിലെങ്കിലും BJP വോട്ടിനെ സഹായിക്കുന്നതാകുമോ? എനിക്കത് അത്ര വലിയ തോന്നുന്നില്ല. കാരണം മറ്റു വിഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ചില വളരെ വളരെ സ്വാഭാവികമായിട്ടുണ്ട് BJP ആഭിമുഖ്യം ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും BJP ശ്രമിക്കുകയാണെങ്കിൽ ആ വിഭാഗങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് ഇപ്പൊ അവരുടെ പല പ്രസ്താവനകളും സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. മറ്റു പക്ഷക്കാരെക്കാട്ടിലും ഒക്കെ തീർച്ചയായിട്ടും ഒരു ന്യൂനപക്ഷ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന
ഒരു നിലപാടാണ് അവരുടെ സഭ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് BJP-യുടെ ശക്തി ഇപ്പൊ തിരുവനന്തപുരത്തായാലും അങ്ങനെ തീരദേശത്താണ് ഒരുപക്ഷെ ഒരു വലിയ കാര്യമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ തീരദേശത്തും അത്ര വലിയ മറ്റ് വിഭാഗങ്ങളുണ്ട്. അവിടെയുള്ള സമ്പന്ന വിഭാഗങ്ങളാവും ആത്യന്തികമായൊരു ഒരു 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 വർഗപരമായിട്ടുള്ള സംഗതികളുണ്ട്. കാരണം വളരെ സമ്പന്നമായിട്ടുള്ള വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു മുസ്ലിം വിരോധവും ഒരു BJP ആഭിമുഖ്യവും വാസ്തവം താരതമ്യേന പിന്നാക്കം നിൽക്കുന്ന ക്രിസ്തീയ വിഭാഗങ്ങളുടെ കുറവാണ് താരതമ്യേന. അപ്പോൾ അവിടെ അതുകൊണ്ട് ആലപ്പുഴയിൽ മിക്കവാറും അതെല്ലാം കോൺഗ്രസിന് അനുകൂലമായിട്ട് വരാനാണ് സാധ്യത. അവിടെ ഒന്നും കാര്യമായ ഒരു മാറ്റം പണ്ടൊരു KS മനോജിനെ കണ്ടുപിടിച്ച് അവസാനം KS മനോജ് കാലുമാറി പോയി എന്നുള്ള ശരിയാണ് ഇടതുപക്ഷം. അവിടെയൊന്നും ഞാൻ പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഐഡിയോളജിക്കലായിട്ടും ഒന്നും ഒരു കൗണ്ടർ നറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയാത്തത് ഇടതുപക്ഷത്തിന്റെ പരാജയം. നമ്മൾ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് നിയമസഭാ മണ്ഡലങ്ങളുടെ ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം ഈ 5 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുമുന്നണിക്കൊപ്പമാണ്. ഹരിപ്പാടും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയുമാണ് UDF-നൊപ്പം ഉള്ളത്. കണക്കിൽ ഇടതുമുന്നണി മുന്നിലാണ്. പക്ഷേ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്, കേരളത്തിലെ മറ്റ് പല ലോക്സഭാ മണ്ഡലങ്ങളിലെയും പോലെ. അമ്പലപ്പുഴയായിരുന്ന കാലത്താണ് CPIM-ൻ്റെ അല്ലെങ്കിൽ CPI-യുടെ നേതാക്കൾ അവിടെ നിന്ന് കൂടുതലായിട്ട് ജയിച്ചിരിക്കുന്നത്. PT പുന്നൂസ്, PKV, സുശീല ഗോപാലൻ തുടങ്ങിയ വലിയ നേതാക്കൾ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ആലപ്പുഴ ആയതിനു ശേഷം ഒരു തവണ സുശീല ഗോപാലൻ അവിടെ നിന്ന് വിജയിച്ചു. കോൺഗ്രസിൽ നിന്ന് വക്കം പുരുഷോത്തമൻ, VM സുധീരൻ, KC വേണുഗോപാൽ എന്നിവരാണ് വിജയിച്ച പ്രമുഖരായിട്ടുള്ള നേതാക്കൾ. വക്കം പുരുഷോത്തമൻ 2 തവണ, VM സുധീരൻ 3 തവണ, KC വേണുഗോപാൽ 2 വട്ടം ഇവിടെ നിന്ന് വിജയിച്ചു. 1991-ൽ TJ ആഞ്ചലോസിനെയും 2004-ൽ ഡോക്ടർ KS മനോജിനെയും മത്സരിപ്പിച്ചാണ് ഇടതുമുന്നണി അട്ടിമറി വിജയം നേടിയത്. ഈ മറ്റു പല ലോക്സഭാ മണ്ഡലങ്ങളിലെ പോലെ തന്നെ ഇവിടെയും നിയമസഭയിലേക്കുള്ള വിധി വേറെ, ലോക്സഭയിലേക്കുള്ള വിധി വേറെ, അങ്ങനെ തന്നെ കാണണ്ടേ? അത് തന്നെയാണ് വരാനുള്ളത്. ഇപ്പൊ നിയമസഭയിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പല ഘടകങ്ങളും കാരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി. പക്ഷെ ലോക്സഭയിൽ നേരത്തെ ഇപ്പൊ രാജീവ് പറഞ്ഞ പോലെ അതിന്റെ ചരിത്രവും പാരമ്പര്യവും എല്ലാം കൂടുതലും വലതുപക്ഷത്തെ UDF-നെ അനുകൂലിക്കുന്നതാണ്. 2 വ്യത്യാസം വെച്ച് നോക്കുക. ആഞ്ചലോസിനെയും KS മനോജിനെയും. ആഞ്ചലോസിനെ സാധാരണ ഇടതുപക്ഷത്തിന്റെ കുറച്ച് ആളാണ്, പക്ഷെ ഏറ്റവും താഴേക്കിടയിലുള്ള മത്സ്യത്തൊഴിലാളി ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരുന്നത്. KS മനോജ് തീർച്ചയായിട്ടും ലത്തീൻ കത്തോലിക്ക വോട്ടിൽ കൃത്യമായ പിളർപ്പുണ്ടാക്കാൻ തന്ത്രപൂർവ്വം നടത്തിയ ശ്രമത്തിന്റെ ഫലമാണ്. ഇതായത് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ചില അസാധാരണമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾക്ക് തയ്യാറായി. ഇപ്പോൾ ആരിഫ് അതുപോലെ തീർച്ചയായിട്ടും അതുപോലെ നല്ല ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അതൊരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സമ്മതിയുള്ള ആളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചില ശ്രമങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് അനുകൂലമായത്. അല്ലെങ്കിൽ മറ്റേ നേതാക്കന്മാരെല്ലാം ആരും അനുഭവക്കാരല്ല. വേണുഗോപാലായാലും സുധീരനായാലും ഒന്നും അനുഭവക്കാരല്ലാഞ്ഞിട്ടും അവർ ജയിച്ച ഒരു മണ്ഡലമാണെന്ന് നോക്കണം. അതുകൊണ്ട് പരമ്പരാഗതമായി ആലപ്പുഴയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ആഭിമുഖ്യം വലതുപക്ഷത്തോടാണ്, ഇടതുപക്ഷത്തിനോടല്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോ പ്രത്യേകതയും പഠിച്ച് അതിനുവേണ്ട സവിശേഷമായിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നതിലും മറ്റും വിജയിക്കാത്തതിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ നഷ്ടം തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളിത് അവസാനത്തിൽ ഈ KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതായത് കേരളത്തിന് പുറത്ത് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഈ പ്രചാരണ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, മറ്റു മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് കുറവായിരുന്നെങ്കിലും ദേശീയ നേതാവ് എന്നൊരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമോ? അത് താരതമ്യം ചെയ്യുമ്പോൾ ലോക്കൽ ബോയ് എന്നുള്ളൊരു പ്രതിച്ഛായയുണ്ട് ആരിഫിന്. അദ്ദേഹത്തിൻ്റെതായ സ്വാധീനവുമുണ്ട്. ആ സ്വാധീനത്തെ മറികടക്കാൻ പാകത്തിലുള്ളതായിട്ടുണ്ടോ KC വേണുഗോപാലിൻ്റെ ദേശീയ നേതാവ് എന്നൊരു പ്രതിച്ഛായ? ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് വരും എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അദ്ദേഹം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം വരുന്ന വാർത്ത. അത് ഏതെങ്കിലും വിധത്തിൽ KCയെ ബാധിക്കുമോ? എനിക്ക് KCക്ക് ഈ ലോക്കൽ ബോയ് എന്നുള്ളതിനെക്കാട്ടിലും ദേശീയ നേതാവ് എന്നും നിലയിൽ KCക്ക് അനുകൂലമായിട്ടാണ് മിക്കവാറും ഭൂരിപക്ഷം ആലോചിക്കുക സാധാരണക്കാർ. കാരണം ഇതൊരു വലിയ നേതാവിന്റെ ഭാഗമായിട്ട് ഒരു വിന്നറിന്റെ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും എല്ലാവരും മനുഷ്യരുടെ സ്വഭാവമാണ്. ഭൂരിപക്ഷം പേരും ലോക്കലായിട്ടുള്ള ഒരു ആള് എന്നുള്ള അത് സാധാരണ പലപ്പോഴും അതൊരു ഘടകമാകാറുണ്ട്. പക്ഷെ അതിനെ മറികടക്കുന്ന
ഒരു വലിയ ദേശീയ നേതാവാണ് ഞങ്ങളുടെ പ്രതിനിധി എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് ആണോ വേണുഗോപാലിനുണ്ടാവുന്നതാണ് ഞാൻ സംശയിക്കുന്നത്. അതുണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം മറുപക്ഷത്തിന്റെ ആ ഒരു ഘടകത്തെ മറികടന്നു പോകാൻ അദ്ദേഹത്തിന് ഇതിന് സഹായകമാകും. രാഹുൽ ഗാന്ധി വരാത്തതൊരു വലിയൊരു ഇഷ്യൂ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണുഗോപാലിന് മറ്റു മണ്ഡലങ്ങളിൽ ജോലി ഉണ്ടെങ്കിലും അതെല്ലാം ചെയ്താൽ പോലും ഇത് പറഞ്ഞ പോലെ കണ്ട ഞങ്ങളുടെ ദേശീയ നേതാവാണ്, കോൺഗ്രസിന്റെ ഇപ്പോൾ ഏറ്റവും വലിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനൊന്നും സമയം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പ്രചാരണത്തിനായിരിക്കും കൂടുതൽ ഫലം കിട്ടുക. പിന്നെ വേണുഗോപാൽ പറഞ്ഞ പോലെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരു സാമർഥ്യം തെളിയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനും എല്ലാ കളികളും അറിയാവുന്ന ആളും. റൈറ്റ്. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി BJP പ്രചാരണ രംഗത്തെത്തിയതോടെ ഇടത് ഐക്യമുന്നണികൾ തമ്മിലുള്ള മത്സരം കൂടുതൽ ശക്തമായ മണ്ഡലമാണ് ആലപ്പുഴ. രാഷ്ട്രീയ വോട്ടുകളിൽ മുന്നിൽ ഇടതുമുന്നണി തന്നെ എന്ന് പറയാം. പക്ഷേ അടിയൊഴുക്കുകളാകും ആലപ്പുഴയുടെ വിധി നിർണ്ണയിക്കുക. ആ അടിയൊഴുക്കുകൾ നിശ്ചയിക്കുന്നതിൽ KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവ്, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ, തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അദ്ദേഹം പതിവായി കാണിക്കുന്ന ചാരുത, ഇതൊക്കെയാവും ഈ അടിയൊഴുക്കുകളെ ഒരു പക്ഷേ നിർണ്ണയിച്ചേക്കുക.